മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദപ്പെടില്ല. മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർക്കിടയിലാണ് സൗഹാർദ്ദം ഉണ്ടാകേണ്ടത്. മനുഷ്യൻ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും തന്നെ മുന്നോട്ട് പോകേണ്ടവരാണ്. മനുഷ്യർക്കിടയിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ തവണ ഒരുപാട് വിവാദങ്ങൾക്ക് വിധേയമായ ഒരു നബിദിന ഘോഷയാത്ര ഉണ്ടായിരുന്നു. നമുക്കൊക്കെ അറിയാം. മലപ്പുറത്ത് നിന്ന് ഒരു ഘോഷയാത്ര കടന്നു പോകുന്ന സമയത്ത് ഒരു ചേച്ചി നോട്ടുമാലയുമായി കടന്നു വരുന്നത്. അതിന് ഘോഷയാത്രയിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ കഴുത്തിലേക്ക് ആ നോട്ടുമാല ഇട്ട് കൊടുക്കുന്നതും മഴ നനഞ്ഞ് ഓരം ചേർന്ന് നിന്ന് ഒതുങ്ങി നിന്ന ചേച്ചി, ടീച്ചറാണെന്ന് തോന്നുന്നു, ഓടി വന്ന് ഈ കുട്ടിയുടെ കഴുത്തിലേക്ക് മാല ഇട്ട് കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് ഒരുപാട് ആളുകൾ പറഞ്ഞു, വിദ്വേഷം പരത്തി മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്ന ആളുകൾക്ക് ഇതാ ഒരു റിയൽ മലബാർ സ്റ്റോറി, ഒരു യഥാർത്ഥ മലബാർ സ്റ്റോറി, മലപ്പുറം സ്റ്റോറി എന്ന രൂപത്തിലാണ് അത് പ്രചരിപ്പിക്കപ്പെട്ടത്. നബിദിനത്തിന്റെ ഘോഷയാത്രക്കിടയിൽ ഒളിയാക്രമണം നടത്തി കലാപം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് ഇതൊരു പഠനവും സന്ദേശവുമാണ് എന്ന രൂപത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായി. നല്ലത്. കഴിഞ്ഞ വർഷത്തെ നബിദിനാഘോഷ പരിപാടികളിലെ ഏറ്റവും മികച്ച കാഴ്ചയിൽ ഒന്നായി സോഷ്യൽ മീഡിയ തെരഞ്ഞെടുത്തതും മലപ്പുറം വലിയാട് തദ്രീസുൽ ഇസ്ലാം മദ്രസയിലെ ഘോഷയാത്ര തന്നെയായിരുന്നു. സ്കൗട്ട് ടീം ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഷാമിൽ, ആ മോന്റെ അയൽവാസി കൂടിയായ ഷീന എന്ന ഹൈന്ദവ സഹോദരിയാണ് ഘോഷയാത്രക്കിടയിൽ വന്ന് നോട്ടുമാല അണിയിച്ച സ്നേഹചുംബനം നൽകിയത്. വർത്തമാന കേരളത്തിന് ഇത് വിലമതിക്കാനാകാത്ത സന്ദേശമാണ് നൽകുന്നത് എന്ന രൂപത്തിലാണ് വിശ്വാസികൾ ഇതിനെ കൊണ്ട് ഘോഷിച്ചത്. ഇത് നടന്ന ആഘോഷയാത്ര പരിപാടികളിൽ എല്ലാവരും ഇത് പരക്കെ പ്രചരിപ്പിച്ചു. സൗഹൃദത്തിന്റെ ഒട്ടനവധി മാതൃകകളാണ് ഇത് സൃഷ്ടിച്ചതെന്നും പ്രവാചക സ്നേഹത്തിലൂടെ മനുഷ്യ സ്നേഹത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്ന നാടിന്റെ ഒരു ദേശീയ ഉത്സവം എന്ന നിലയ്ക്കാണ് നബിദിനത്തെ ആഘോഷയാത്രയാക്കി മാറ്റിയത് എന്നൊക്കെ വിശ്വാസികൾ പറഞ്ഞു, പ്രചരിപ്പിച്ചു. ഒക്കെ എല്ലാ വ്യക്തികൾക്കും അങ്ങനെ തന്നെയാണ്. അവനവന്റെ മതപരമായ ആഘോഷങ്ങൾ, അവനവന്റെ മതപരമായ ചടങ്ങുകൾ, ഇതൊക്കെ വളരെ പ്രിയപ്പെട്ട വസ്തുത തന്നെയാണ്, സമ്മതിക്കുന്നു. സുന്ദരവും മാതൃകാപരവുമായ ഒരുപാട് ഘോഷയാത്രകൾ ഈ നാട്ടിൽ നടക്കുന്നു. പക്ഷേ ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞു തരണം, നബിദിനത്തിന് പോത്തുവരട്ടി ജനങ്ങളെ തീറ്റിക്കുന്നതാണോ നബി സ്നേഹം? ഒരു കുട്ടിയുടെ കഴുത്തിൽ ഹൈന്ദവ അയൽവാസിയായ ഒരു സ്ത്രീ നോട്ടുമാല ഇട്ടു കൊടുക്കുന്നതാണോ മതസൗഹാർദ്ദം? ഇന്ന് നബിദിനം എന്ന പേരിൽ നടക്കുന്ന പേക്കൂത്തുകളും വഷളനാഘോഷങ്ങൾക്കുമെതിരെ ആര് സംസാരിക്കും എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഒരു മനുഷ്യൻ ജനിക്കുന്നത് നമുക്കറിയില്ല നാളെ മഹാനായി തീരുമോ എന്ന്. ഒരു പക്ഷേ അത് അടയാളപ്പെടുത്താനും സാധിച്ചെന്ന് വരില്ല. മഹാനാകുമോ എന്നറിയാതെ എങ്ങനെയാണ് ജനനം അടയാളപ്പെടുത്തുന്നത്? സമ്മതിക്കുന്നു. പക്ഷേ മരണമെങ്കിലും അടയാളപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? മരിക്കുമ്പോഴറിയാമല്ലോ ഈ മനുഷ്യൻ മഹാനായിരുന്നു. ജനനത്തിനും കൃത്യമായ ഒരു ദിവസമില്ല. പ്രവാചകനെ സംബന്ധിച്ച് മരണവും കൃത്യമായ ഒരു ദിവസം അടയാളപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഇന്ന് ആഘോഷിക്കപ്പെടുന്നത് പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് എന്ന ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തുന്ന നബിദിനമാണോ, നബിയുടെ ചരമദിനമാണോ ആഘോഷിക്കുന്നത്? പാർട്ടി പരിപാടികളെ വെല്ലുന്ന രൂപത്തിലുള്ള അനൗൺസ്മെന്റുകളോടുകൂടിയാണ്
ഇത്തവണത്തെ നബിദിനം ആഘോഷപൂർണം ഇവർ കൊണ്ടാടിയത്. ഇപ്പോ വയനാടിന്റെ ദുരന്തം നടന്ന സാഹചര്യത്തിൽ ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും നബിദിനമാണെങ്കിലും ദീപാവലി ആണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ മനുഷ്യൻ മിതമായ രൂപത്തിൽ ആഘോഷിക്കണമെന്നും വയനാടിന്റെ ആ ദുരന്തത്തിലും വേദനയിലും പങ്കുചേരണമെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുമ്പോൾ നമ്മൾ ആരുടെ വേദനയിലാണ് പങ്കുചേരുന്നത് എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഈ ദുരന്തങ്ങളെല്ലാം ഒരു ദുസ്വപ്നം പോലെയാണ്. കുടിയൻ പേച്ച് വിടിഞ്ചാൽ പോച്ച് എന്ന് പറയുന്നത് പോലെ നേരം വെളുക്കുമ്പോൾ ഇതെല്ലാം മറന്ന് പുതിയ ആളുകളായി മാറുകയാണ് നമ്മൾ. ഇനി എന്താണ് നബിദിനമെന്നും നബിദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നും ഉസ്താദുമാര് തന്നെ പറയട്ടെ, നമുക്കത് കേൾക്കാം. ആദ്യം, ഒരുപാട് മതവിഭാഗങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. സുന്നികളുടെ ആശയമല്ല ജമാഅത്തെ ഇസ്ലാമിക്ക്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമല്ല മുജാഹിദിന്. ഇവരെല്ലാവരും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി മത്സരിക്കുവാണ് എന്നത് നേര്. എന്നാലും ഇവര് പരസ്പരം ഒരാള് പാടുണ്ട് എന്ന് പറയുന്നതിനെ മറ്റൊരാൾ പാടില്ല എന്നും പറയും. രണ്ടുപേരും ഉദ്ധരിക്കുന്നത് തെളിവുകളാണ്. രണ്ട് വിഭാഗവും ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നബിദിനം ഹറാമാണെന്നും ഹലാലാണെന്നും ആചാരമാണെന്നും അനാചാരമാണെന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നു. ഒരെണ്ണം കേൾക്കാം. റബീഉൽ അവ്വൽ 12 അന്ന് പ്രത്യേകമായ ഘോഷയാത്രയും ഭക്ഷണ വിതരണവും മൗലിദുകളുമെല്ലാം. പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് എന്നാണ് പൊതുവെ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളത്. അതാണ് വിശ്വസിക്കപ്പെടുന്നത്. മരിച്ചതും ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് എന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ജനനവും മരണവും ഒരുമിച്ച് നടന്നാൽ നമ്മൾ എന്താഘോഷിക്കും? എന്താഘോഷിച്ചാലും അത് ജനനത്തിനൊപ്പമാകുമോ മരണത്തിനൊപ്പമാകുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം പറയട്ടെ. അത് പുണ്യമാണ് എങ്കിൽ എല്ലാവരും അത് ചെയ്യണം. അജ്ഞത്തിൽ എല്ലാവരും പങ്കാളികളാകണം. അല്ല, അങ്ങനെ ഒരു ആചാരം ദീനിൽ ഇല്ല എങ്കിൽ അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ മാറി നിൽക്കുകയും ചെയ്യണം. എന്തുകൊണ്ട് പാടില്ല എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് ഒന്നാമത്തെ കാരണം, തർക്കങ്ങൾ ഉണ്ടായാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങാനാണ് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. അതെ, ഫൈൻ തനാസഅതും ഫീഹി ഷൈഅൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തർക്കിക്കുകയാണെങ്കിൽ ഫറദ്ദു ഇലല്ലാഹ്, ആദ്യം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങുക. റസൂൽ, രണ്ടാമത് റസൂലിന്റെ ചര്യയിലേക്ക് മടങ്ങുക. ഇത് രണ്ടിലും അതിനകത്ത് തെളിവുണ്ടാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന പക്ഷം നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക, ഖുർആനിലേക്ക് ഹദീസിലേക്ക് മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ. ഒരു തർക്കമുണ്ടായി കഴിഞ്ഞാൽ ചില ആളുകൾ അത് പുണ്യമാണെന്ന് പറയുന്നു, ചിലർ പാടില്ല എന്ന് പറയുന്നു. ആ തർക്കത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടത് ഖുർആൻ എന്ന് പറയുന്നു, ഹദീസ് എന്ന് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുടെ നിലപാട്, അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുടെ നിലപാട്. ആ പ്രമാണങ്ങളിൽ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആഘോഷവും ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, രണ്ടാമത്തെ കാര്യം, ഈ പ്രവാചകൻ ജനിച്ചു എന്ന് പറയുന്ന മക്കയിലോ പ്രവാചകൻ മരിച്ചു എന്ന് പറയപ്പെടുന്ന മദീനയിലോ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആഘോഷങ്ങൾ അരങ്ങേറിയതായി ആ നാട്ടിൽ നിൽക്കുന്നവരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രവാചകനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്നവർ പ്രവാചകൻ പഠിപ്പിച്ച ജീവിതചര്യ ജീവിതത്തിൽ പകർത്തിയാണത് കാണിക്കേണ്ടത്, തെളിയിക്കേണ്ടത്. അല്ലാതെ പ്രവാചകന്റെ ജന്മദിനത്തിൽ പോത്ത് ബിരിയാണി വേണമെന്ന് ഒരു വിഭാഗവും ചിക്കൻ ബിരിയാണി വേണമെന്ന് ഒരു വിഭാഗവും പറയുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മി തല്ലി തലകീറി ആശുപത്രിയിലായിട്ടല്ല പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. ജന്മദിനം ആഘോഷിക്കുക എന്ന സംസ്കാരം തന്നെ ഇസ്ലാമികമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്നല്ല ആരുടെ ജന്മദിനാഘോഷവും, അത് സാധാരണക്കാരൻ്റെതും പണ്ഡിതന്റെതും പ്രവാചകന്മാരുടേതും ഒരാളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത്, ആ ഓരോ വർഷത്തിലും ആ ജന്മദിനത്തിന് പ്രത്യേകമായ എന്തെങ്കിലും മധുര പലഹാരം വിതരണം ചെയ്യുക, പ്രത്യേകമായ എന്തെങ്കിലും ആഘോഷങ്ങൾ നടത്തുക, അത് ഇസ്ലാമിക സംസ്കാരമല്ല. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു നൽകുന്നു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം എത്ര ഇടങ്ങളിൽ അള്ളാഹു പറഞ്ഞു. ഹദീസുകളിലൂടെ എത്രയെത്ര പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അവിടെ എവിടെയും ആ പ്രവാചകന്മാർ ജനിച്ച ദിവസമോ ആ ജനിച്ച
ഡേറ്റോ അത്തരം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? ആ ദിവസത്തിൽ ഒരു ഇബാദത്തും ഒരു ആചാരവും ഈ ഉമ്മത്തിന് അനുഷ്ഠിക്കാനില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ ഇബ്രാഹിം, അബ്ദുള്ള, ഖാസിം, റുഖയ്യ, സൈനബ്, ഫാത്തിമ, ഉമ്മു കുൽസൂം അവരെല്ലാം ജനിച്ചു. ആ വർഷങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ ഇന്ന് കുട്ടിയുണ്ടായ ദിവസമല്ലേ, നിങ്ങൾ എല്ലാവരും സന്തോഷിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും വിതരണം ചെയ്തതോ എന്തെങ്കിലും സംഘടിപ്പിച്ചതോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ എല്ലാ ഉസ്താദുമാരും പറയും ജന്മദിനാഘോഷം അത് പാടില്ല. സാധാരണക്കാരുടേതാകുമ്പോൾ അത് തെറ്റാകുമ്പോൾ ആ തെറ്റ് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടത്താൻ കഴിയുക? ചോദ്യം. ജന്മദിനാഘോഷം എന്ന സംസ്കാരം തന്നെ ഇസ്ലാമികമല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ച ദീനിൽ നബിദിനാഘോഷമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുന്നിൽ തടിച്ചുകൂടിയ സ്വഹാബാക്കളെ സാക്ഷി നിർത്തി റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ചു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീനൻ. അൽ യൗം, ഇന്നത്തെ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ആരാണ് ആ ദീൻ പൂർത്തീകരിച്ചത്? അല്ലാഹുവാണ്. ഇനി ഒരു ഹുക്കുമും ഈ ദീനിൽ വരാനില്ല. ഇനി ഒരു പുതിയ മതവിധികളും ഈ ദീനിൽ വരാനില്ല. അല്ലാഹു ആ ദീൻ പൂർത്തീകരിച്ചു. 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു പൂർത്തീകരിച്ച ആ ദീനിൽ റസൂലുള്ളാഹി അള്ളാഹു പൂർത്തീകരിച്ചിരിക്കുന്നു ഈ ദീൻ എന്ന് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോ റബീഉൽ അവ്വൽ 12 അന്ന് ഒരു ഘോഷയാത്രയോ ഒരു മധുരപലഹാര വിതരണമോ ഒരു 10 സ്വലാത്ത് കൂടുതൽ ചെല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആചാരം ദീനിൽ അള്ളാഹു പൂർത്തീകരിച്ച ദീനിലില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവെ പ്രഭാഷകരൊക്കെ പ്രഭാഷണം നടത്തുന്ന തൊട്ട് മുമ്പ് പറയാറുണ്ട്, വകുല്ലു ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ്. ഉമൂരി മുഹ്ദസാത്തുഹാ, അതായത് കെട്ടിയുണ്ടാക്കപ്പെട്ടത്. ആ കെട്ടിയുണ്ടാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ബിദ്അത്തുകളാണ്, അനാചാരങ്ങളാണ്. വകുല്ല ബിദ്അത്തുൻ ളലാല, ആ അനാചാരങ്ങളെല്ലാം വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, ആ എല്ലാ വഴികേടുകളും നരകത്തിലേക്കാണ് കൊണ്ടുവന്നെത്തിക്കുന്നത്. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ച മാനദണ്ഡമായി മുസ്ലിങ്ങൾ, മുജാഹിദുകൾ ഖുർആനും ഹദീസും മുൻനിർത്തി പ്രചരിപ്പിക്കപ്പെടുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കെട്ടിയുണ്ടാക്കപ്പെട്ട പ്രവാചകന് പരിചയമില്ലാത്ത, പ്രവാചകന്റെ അനുയായികൾക്ക് പരിചയമില്ലാത്ത, പ്രവാചകന്റെ സ്വഹാബ കിറാം ആദരണീയരായ പ്രവാചകന്റെ അനുചരന്മാര് ചെയ്തിട്ടില്ലാത്ത, അവരെ പിന്തുടർന്നു വന്ന താബിഉകൾ ചെയ്തിട്ടില്ലാത്ത, അവരെയും പിന്തുടർന്ന താബിഉകൾ ചെയ്തിട്ടില്ലാത്ത ഈ നബിദിനം എന്ന അനാചാരം എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിന് വന്നു കിട്ടിയത് എന്നതൊരു ചോദ്യമാണ്. അല്ലാഹു നിഅമത്തായി പഠിപ്പിച്ച കാര്യങ്ങളിൽ അങ്ങനെ ഒരു ആഘോഷം ഇല്ല എങ്കിൽ ഒരാൾ തീരുമാനിക്കാണ് അള്ളാഹു ദീന് പൂർത്തീകരിച്ചപ്പോ എന്തെല്ലാമാണോ ഉള്ളത് അത് മാത്രമേ ഞാൻ ചെയ്യൂ, അതല്ലാത്ത ഒന്ന് എനിക്ക് വേണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ അതെങ്ങനെയാണ് തെറ്റായി തീരുക? അതിനെ എന്തിനാണ് എതിർക്കേണ്ട ആവശ്യം? അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു തആല പഠിപ്പിച്ച ദീനിൽ അന്നില്ലാത്ത ഒരു നന്മ ഇനി നമുക്ക് നേടാനില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്മയല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഇത് ആഘോഷിക്കുന്നവർ തന്നെ പറയുന്നത് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് മൗലൂദ് കഴിക്കല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഇത് പ്രവാചകൻ പഠിപ്പിച്ച രീതിയല്ല. പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമിൽ അങ്ങനെ ഒരു ആചാരമില്ല എന്ന് തന്നെയാണ് അവരും പറയാറുള്ളത്. എന്നാൽ മറ്റൊരു വിഭാഗം ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നബിദിനം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ, നബിദിനം ആഘോഷിക്കാമെന്നാണോ? അതല്ല, ഈ രണ്ട് വിഭാഗങ്ങളും സാധാരണക്കാരെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുവാണോ? എന്താണ് കാരണമെന്നറിയില്ല. നബിദിനം ആഘോഷിക്കാൻ പാടുണ്ടോ? മറ്റൊരു പ്രഭാഷണം. എതിർക്കുന്നത് കറാഹത്തിന്റെ പേരിലാകണം, അല്ലെങ്കിൽ ഹറാമായതിന്റെ പേരിലാകണം. ഇത് കറാഹത്ത്, അതായത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വെറുക്കപ്പെട്ട വസ്തുത, ഹറാമ് എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായത്. രണ്ടും ഇസ്ലാമിൽ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഇത് നബിദിനം പാടുണ്ട് എന്ന് പറയുന്നവരുടെ തെളിവാണ്. കേൾക്കാം. ആണെന്നോ ഹറാമാണെന്നോ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു അര ആയത്ത് കൊണ്ട്, വേറെ നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട. ചോദ്യം വളരെ വ്യക്തമാണ്, എല്ലാവരും മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത്
മൗലിദാഘോഷം, സുന്നികൾ നടത്തുന്ന മൗലിദാഘോഷം ഹറാമാണ് അല്ലെങ്കിൽ കറാഹത്താണ് എന്നതിന് ആയത്താണ് വേണ്ടത്. നിങ്ങളെ വിശദീകരണം ഞങ്ങൾക്ക് വേണ്ട, ആയത്ത് വേണം. പണി നിർത്തിക്കാളി. നിങ്ങൾ ആ വക ഏർപ്പാടല്ലോ, ഇതൊന്നും ഇവിടെ നേരത്തെ പറഞ്ഞ അവിടെ പോയി പറ്റും. വളരെ മാന്യമായ വേദിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അതായത് പ്രവാചകൻ ഏതൊന്നിനെയാണോ നിങ്ങളിൽ വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുക. ആയത്ത് പറഞ്ഞിട്ടാണ് ഫൈസൽ മുസ്ലിയാർ ഇതിനെ നബിദിനം പാടണ്ടോ ഇല്ലേ എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. വ്യക്തമായി പരാമർശിച്ചത് നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് റസൂലാക്കി പരിചയിക്കാന്നുള്ളത്. നിങ്ങൾക്കറിയാം, എന്നെക്കാൾ ഇറങ്ങിക്കറിയാം. അതുകൊണ്ടതൊക്കെ അല്ലെങ്കിൽ പറയട്ടെ, നിങ്ങൾ എത്ര പോസ്റ്റർ പൊട്ടിച്ചറിയോ, എത്ര ഫ്ലക്സ് ഈ നാടന്മാരെ പറ്റിക്കാൻ ഈ മനുഷ്യന്മാരെ തക്കിയോ നിങ്ങൾക്ക് സത്യം വിശ്വസിച്ചിട്ടാണ്. നിങ്ങളെ പക്കൽ സത്യമുണ്ട് വിശ്വസിച്ചിട്ടാ ഈ സാധാരണക്കാർക്ക് തൂക്കി വിടുന്നത് ഇവിടുന്ന്. നിങ്ങൾ എത്ര ഫ്ലക്സ് വെച്ചു, മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ മൗലിദിന്റെ മഹത്വം പറഞ്ഞു, ഹസൻ ബസ്രി മഹത്വം പറഞ്ഞു. എന്താ നിങ്ങൾ പറയാൻ പറ്റാത്തത്? പറയാൻ ധൈര്യമുണ്ടോ? ഈ വേദി വന്നിട്ട് പുറത്തും അല്ലാത്തൊക്കെ ഫോണേക്ക് പോട്ടെ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇവിടെ വന്നിട്ട് മൗലിദാഘോഷിക്കാൻ പറഞ്ഞിരിക്കുന്നു, ഉമർ ഖത്താബ് പറഞ്ഞിരിക്കുന്നു, ഉസ്മാൻ അഫ്ഫാൻ പറഞ്ഞിരിക്കുന്നു, ഹസൻ ബസ്രി പറഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഇവിടെ ഫ്ലക്സ് ഒട്ടിക്കുമ്പോൾ അതൊക്കെ പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആരായത്ത് ഞങ്ങൾക്ക് ആയത്ത് മുറിക്കുന്ന ഏർപ്പാടില്ല, ഫുൾ ആയത്താ പറഞ്ഞു. നിങ്ങൾ ആരെ ചോദിച്ചോണ്ട് ആരാ പറഞ്ഞത്? ആ ശൈലി ശരിയല്ല. നേരെ മറിച്ച് പിൽക്കാലത്ത് ഹിജ്റ 700-കളിൽ ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഇവരെ ഏർപ്പാടിലാക്കി കൊണ്ടുവരിക. സിയാക്കളിലെ കടമെടുത്ത് 7-ാം നൂറ്റാണ്ടിൽ രാജാവ് കൊണ്ടുവരിക. എന്നിട്ട് അത് കൂടെ ആഘോഷിക്കുക. എന്നിട്ട് പാടില്ല എന്ന് പറഞ്ഞ ചോദിക്കുക, ഇത് പാടില്ല ആയത്ത്. അതിനർത്ഥം പറഞ്ഞ നാളെപ്പെട്ട് സുബഹി 3 നിസ്കരിച്ചോളി, നാളെപ്പെട്ട് സുബഹി 3 നിസ്കരിക്ക്. എന്നിട്ട് മമ്മികൾ പറയും ഒരൊറ്റ ആയത്ത് 3 നിസ്കരിക്കാൻ പാടില്ല എന്ന് കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ 3 നിസ്കരിക്കും എന്ന് നിങ്ങൾ പറയും. ഫർദ് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാ ചെയ്യേണ്ടത്. അതേസമയം ഈ സുബഹി ഇതുവരെ 2 റക്അത്താണ് നമസ്കാരം, 2 സ്റ്റാൻസ. ശരി, എന്നാ പിന്നെ നിങ്ങൾ 3 നമസ്കരിക്കുക. എന്നിട്ട് 3 നമസ്കരിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവൊന്ന് കൊണ്ടുവരാനാണ് ഫൈസൽ മുസ്ലിയാർ പറയുന്നത്. ശൈലി നേരെ മറിച്ച് അല്ലാഹു റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് സ്വീകരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്ന് തന്നത് അത് സ്വീകരിക്കുക. ആ കൊണ്ടുവന്നതിൽ നബിദിനാഘോഷമില്ലേ ഇല്ല, നബിദിനാഘോഷമില്ലേ ഇല്ല, ഒരു സംശയം ഞങ്ങൾക്കില്ല. നിങ്ങൾക്കും സംശയമില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ജൂതന്മാരോട് പറഞ്ഞല്ലോ, അവർക്ക് റസൂലാണ് അറിയാം, സ്വന്തം മക്കൾ അറിയുന്ന പോലെ അവർക്ക് നബിയെ അറിയാം, പക്ഷെ അംഗീകരിച്ചില്ല. ആ പണി ഞങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാ അള്ളാഹു റസൂലിന്റെ മാതൃക വിഷയത്തിലില്ല, സഹാബത്തിന്റെ മാതൃക ഇല്ല, താബിഈങ്ങളുടെ മാതൃക ഇല്ല, തബഉ താബിഈങ്ങളുടെ മാതൃക ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ആ മാതൃക ഉണ്ടോ അത് ദീനാവില്ല. ആ മാതൃക ഇല്ലേ ദീനാകുന്ന പ്രശ്നമേ ഇല്ല. ആരെന്തുകൊണ്ടെന്നാലും ശരി. അതാ ഇമാം മാലിക് പറഞ്ഞത്, ഇമാം മാലിക്കാണ് പഠിപ്പിച്ചത്. ഞങ്ങളെ വകല്ല, ഞങ്ങളെ വക ഒരു പടായി ഇവിടെ പറയുന്നില്ല, നിങ്ങളെ പണിയാ. ഞങ്ങളെ വക ഒന്നും പറയുന്നില്ല. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു, ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നാൽ എന്നിട്ട് ഹസന അവൻ പറയാൻ നല്ല ബിദ്അത്താണ്. അല്പങ്ങളും പറഞ്ഞു ഇവിടെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അനാചാരം. ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നു എന്നിട്ട് അവൻ പറയുന്നു ഹസന, ഇത് ഹസനത്താണ്, നല്ല ബിദ്അത്താണ് എന്നവൻ പറയുന്നുവെങ്കിൽ അതിനർത്ഥം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചു എന്നാണ് എന്ന് ഇമാം മാലിക് പറഞ്ഞു. എന്താ കാരണം? അല്ലാഹു പറഞ്ഞ ദീൻ പൂർത്തിയാക്കി. മൗലവിമാര് പറയാ ഇവര് 2 വിഭാഗവും പറയുന്നത് ഖുർആനും ഹദീസും വെച്ചിട്ടാണ്. ഒരു വിഭാഗം പറയുന്നത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണം, ഈ ലോകത്തിന് മുഴുവനും കാരുണ്യമായി കൊണ്ട് അല്ലാഹു അയച്ച തിരുദൂതനാണ് മുഹമ്മദ്, അതുകൊണ്ട് റഹ്മത്തൻ ലിൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായി അല്ലാഹു അയച്ചതാണ്, അതുകൊണ്ട് അത് ആഘോഷിക്കണം. മറ്റൊരു വിഭാഗം പറയുന്നത് പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ്. ആ പ്രവാചകന്റെ ജന്മദിനം ഒരിക്കൽ പോലും പ്രവാചകൻ ഏതാണ്ട് 63 വർഷക്കാലം ജീവിച്ചിരുന്നിട്ട് ഒരിക്കൽ പോലും ആഘോഷിച്ചിട്ടില്ല. പ്രവാചകൻ ജനിച്ച മണ്ണിലും മരിച്ച മണ്ണിലും അങ്ങനെ ഒരു സ്മരണ പോലുമില്ല. പ്രവാചകന്റെ അനുചരന്മാർ ആഘോഷിച്ചിട്ടില്ല, അവരെ പിന്തുടർന്ന് വന്നവരോ ആ കാലഘട്ടക്കാരോ ആചരിച്ചിട്ടില്ല. പിന്നെ അവരെക്കാളേറെ പ്രവാചകനെ സ്നേഹിക്കുന്നവർ നിങ്ങളാണോ എന്നതാണ് വിമർശകർ ഉന്നയിക്കുന്ന ചോദ്യം. മറ്റൊന്ന് ആഘോഷിച്ചവരെ ലിസ്റ്റിങ്ങനെ എടുക്കുമ്പോ സമസ്തയുടെ ചാർട്ടിൽ 1 അബൂലഹബ്. നബിദിന ആഘോഷിച്ചു വന്നാല് ഫാത്തിമിയാക്കള്
മുല്ല ഉമർ, ഉബൈദിയാക്കള്, മുദഫർ രാജാവ്, അങ്ങനെ ആഘോഷിച്ച് വന്ന ഷിയാക്കളിലൂടെ ഒക്കെ ഇങ്ങനെ കാണും. ഇതൊക്കെയാണ് ആഘോഷിച്ചത്. ഇനി ആ റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ ഒരു ചാർട്ടെടുത്തൊക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി സറും സഹീദും സുഹബി റംതുൽ ഹതു അബി ഉബൈദത്തും ബിനിഉ ഫിന്നാശിരിൽ കറമി. മുത്തുനബി സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10ഓളം വരുന്ന സ്വഹാബ ഒരാൾ പോലും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചില്ല. അപ്പൊ റസൂല് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവര് ബദരീങ്ങള്, മറ്റുള്ള യുദ്ധങ്ങളിൽ പങ്കെടുത്ത സഹാബ, താബീങ്ങള്, തബൂ താബീങ്ങള്, ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, മാലിക് ഇമാം, ഇവരാരും റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചിട്ടില്ല. ആഘോഷിച്ചത് അബൂ ലഹബ്, മുദഫർ രാജാവ്, മുല്ല ഉമറും, ഷിയാക്കളും, ഫാത്തിമിയാക്കളും, ഉബൈദിയാക്കളും. ആഘോഷിച്ചവരെ ലിസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോ സമസ്തയുടെ ചാർട്ടിൽ 1 അബൂ ലഹബാണ്. പ്രവാചകനെ അനിഷേധ്യമായി പിൻപറ്റിയിരുന്ന, പ്രവാചകനെ സ്നേഹിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്ന, ആ കാലഘട്ടത്തിൽ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാൾ പോലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആഘോഷിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് പോലും. ഒരു അനൗൺസ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. വസന്തം തളർത്ത മാസമാണ്, പ്രണയത്തിന്റെ പ്രാണൻ സുജൂദിൽ വീണ മാസമാണ്, വിളക്കുകൾക്ക് വെളിച്ചമായതും ആ വെളിച്ചത്തിൽ കൽബ് തിളങ്ങിയതും ആ തിളക്കത്തിൽ താരകം അസൂയ പൂണ്ടതും ഈ മാസമാണ്. മണ്ണിലും വിണ്ണിലും ബഹറിലും പ്രണയം പൂത്ത മാസം അത് റബീ അല്ലാതെ മറ്റേത്. തിരുനബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പാർട്ടി അനൗൺസ്മെന്റോ? പാർട്ടി അനൗൺസ്മെന്റോ? ഇന്ന് ആനയും അമ്പാരിയുമായി പബ്ലിക് റോഡിൽ ഇറങ്ങി കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നടത്തിച്ചു റോഡ് മുഴുവനും 2 കരകളിലും കുട്ടികൾക്ക് വേണ്ടുന്ന മധുര പലഹാരങ്ങളും ഭക്ഷണ സാധനങ്ങളും പാനീയങ്ങളും ഒക്കെയായി കാത്തിരിക്കുന്നു. എന്തിന്? പ്രവാചകൻ ജനിച്ച ദിനം ഒന്ന് ആഘോഷിക്കാൻ. ചോദിക്കട്ടെ, പ്രവാചകന്മാർക്കിടയിൽ ഒരു രൂപത്തിലുമുള്ള വിവേചനം അല്ലാഹു കൽപ്പിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദ് നബിയുടെ ജന്മദിനം മാത്രം ആഘോഷിക്കുകയും മറ്റ് 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരുടെ ജന്മദിനത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്തത്? ഖുർആനിലുള്ള ഈസാ നബി തന്നെയാണ് ബൈബിളിലുള്ള യേശു എന്ന് വാതോരാതെ പറയുന്ന നിങ്ങൾ യേശുവിന്റെ ജന്മദിനമാകുന്ന ക്രിസ്തുമസ് വരുമ്പോൾ നിങ്ങൾ മാറ്റിയല്ലേ പറയാറുള്ളത്? നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞത്, പിഴച്ചുപെറ്റ സന്തതിയുടെ ജന്മദിനം നമ്മൾ എങ്ങനെ ആഘോഷിക്കുമെന്നാണ് ചോദിച്ചത്. വാപ്പയാരെന്നറിയാത്ത പുത്രൻ, അങ്ങനെ ഒരു മകന്റെ ജന്മദിനം നമ്മൾ എങ്ങനെ ആഘോഷിക്കുമെന്നാണ് ഇവർ ചോദിച്ചത്. ആ സമയത്ത് ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും തമ്മിൽ ബന്ധമില്ലേ? ഒരു സമയത്ത് പറയുന്നതല്ലല്ലോ ഇവർ മറ്റൊരു സമയത്ത് പറയുന്നത്. മാറ്റി പറഞ്ഞും തിരുത്തി പറഞ്ഞും നിങ്ങൾ എത്ര കാലം ഈ മതത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തും? എത്ര കാലം നിങ്ങൾ ഇത് അലക്കി വെളുപ്പിക്കും? ഈ പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ ഈ നടത്തുന്ന പേക്കൂത്തുകൾ ഉണ്ടല്ലോ, റാലിയും ഘോഷയാത്രയും ഭക്ഷണങ്ങൾ കൊണ്ടുള്ള ആറാട്ടുമൊക്കെ നടത്തുമ്പോൾ പ്രവാചകനെ സംബന്ധിച്ച് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത് ഒരു മൃദുവായ റൊട്ടി കഷ്ണം പോലും പ്രവാചകൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുന്നു ഒരു വീട്ടിലേക്ക് നോമ്പ് തുറയ്ക്ക് വേണ്ടി. ആ നോമ്പ് തുറയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന ഭക്ഷണ സാമഗ്രികൾ കണ്ടപ്പോൾ ഹൃദയം പൊട്ടിയ കരച്ചിലോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോകുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ, ഒരു മൃദുവായ റൊട്ടി കഷ്ണം പോലും കഴിക്കാത്ത എന്റെ പ്രവാചകനെ ഞാൻ ഓർത്തുപോയി, അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്ന് പറയുന്നു. തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാതെ വന്നപ്പോൾ പടച്ചട്ട ഊരി ജൂതന് പണയം വെച്ചു എന്ന് ബുഖാരി പഠിപ്പിക്കുന്ന ഈ പ്രവാചകന്റെ ജന്മദിനമാണോ നിങ്ങൾ ഈ ഭക്ഷണത്തിന്റെ ആറാട്ടുമായി തീറ്റ മഹോത്സവവുമായിട്ട് ഇങ്ങനെ ആചരിച്ചു കൊണ്ട് നടക്കുന്നത്? ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്ന പ്രവാചകൻ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്കിങ്ങനെ പരിചയപ്പെടാം. ഒരു മനുഷ്യൻ, പ്രവാചകൻ പള്ളിയിലേക്ക് കയറുന്നു 2 റക്അത്ത് നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി. ആ സമയത്ത് ഒരു മനുഷ്യൻ പള്ളിയുടെ മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടന്ന് മുക്കുകയും മൂളുകയും ചെയ്യുന്നു. പ്രവാചകൻ അടുത്തോട്ട് പോയി തട്ടി വിളിച്ച് മുഖം നോക്കിയപ്പോൾ അത് അബൂ ഹുറൈറയാണ്.
എന്തു പറ്റി അബൂ ഹുറൈറ എന്ന് പ്രവാചകൻ ചോദിച്ച ചോദ്യത്തിന്, പ്രവാചകരെ 3-4 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് നിൽക്കാൻ വയ്യ പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് നിനക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നു തിരിച്ച്. അപ്പോൾ അബൂ ഹുറൈറ പറയുന്നു, പ്രവാചകരെ, താങ്കളുടെ വീട്ടിൽ നിന്ന് ബാക്കി വരുന്നതല്ലേ ഞാൻ കഴിക്കാറുള്ളത്. താങ്കളുടെ വീട്ടിലെ അടുപ്പ് പുകഞ്ഞിട്ട് 3-4 ദിവസമായല്ലോ. ഇതാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ഒരു മൃദുവായ റൊട്ടി കഷ്ണം പോലും കഴിച്ചിട്ടില്ലാത്ത, ഓലക്കീറിൽ കിടന്ന് അന്തി ഉറങ്ങുന്ന, നഗ്നപാതനായി മരുഭൂമിയിലൂടെ നടക്കുന്ന പ്രവാചകന്റെ അനുസ്മരണത്തിന്, ആ പ്രവാചകന്റെ ജന്മദിനത്തിന് ഇങ്ങനെ നെയ്ച്ചോറും പോത്തിറച്ചിയും വെച്ച് ആഘോഷിക്കുന്ന നിങ്ങൾ പ്രവാചകനെ കൃത്യമായ രൂപത്തിൽ സ്നേഹിക്കുന്നവരാണ് നമ്മൾ സമ്മതിച്ചു. പ്രവാചകനെ സ്നേഹിക്കുന്നത് എങ്ങനെയാ? ആ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടല്ലേ. അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാ? അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുധാവനം ചെയ്തിട്ടല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ആ പ്രവാചകന്റെ ജന്മദിനം തന്നെയാണോ നിങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരിക്കലെങ്കിലും പ്രവാചകന്റെ കുട്ടികളുടെയോ ചെറുകുട്ടികളുടെയോ ഭാര്യമാരുടെയോ സ്വന്തത്തിന്റെയോ ജന്മദിനം ആഘോഷിച്ചിട്ടുണ്ടോ? പ്രവാചകന്റെ സ്വഹാബ കിറാം സുമ്മല്ലദീന കർണി എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഖുർആനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ശേഷം വരുന്ന എന്റെ സമുദായമുണ്ടല്ലോ ഉത്തമ സമുദായമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളിൽ ആരെങ്കിലും ഇങ്ങനെ തീറ്റ മത്സരം നടത്തിയതായിട്ട് നിങ്ങൾക്കറിയാമോ? പോത്ത് ബിരിയാണി വേണമെന്ന് പറയുന്നവൻ ചിക്കൻ ബിരിയാണി മതി എന്ന് പറയുന്നവനെ അടിച്ച് ആക്കുന്ന രീതി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഷിഫാത്ത് നല്ല ആശയം. ബട്ട് ഭക്ഷണം കൊണ്ട് ആറാട്ട് എന്ന് പറയല്ലേ ടീച്ചർ. ഞാനൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ആ ദിവസം വരാൻ. കാരണം അപ്പോഴാണ് ബിരിയാണി കഴിക്കാൻ കിട്ടുന്നത്. ആഷിഫ, ഞാനൊക്കെയും എൻ്റെ ചെറുപ്പത്തില് കിലോമീറ്ററുകളോളം നടന്നാണ് ഘോഷയാത്രയ്ക്ക് പങ്കെടുത്തിട്ടുള്ളത്. കോന്നി പള്ളി മാത്രമേ അന്നുള്ളൂ. ആ പള്ളിയിൽ വന്നിട്ട് വേണം കിലോമീറ്ററുകളോളം ഞങ്ങൾ അന്ന് പൊരി വെയിലിൽ നടക്കും. ഇന്നത്തെ പോലെ റോഡ് സൈഡിൽ ഭക്ഷണമൊന്നും വെച്ചിരിക്കത്തില്ല. ആ സമയത്ത് നമ്മൾ നടന്നു വന്ന് കഴിയുമ്പോൾ, ഘോഷയാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ എൻ്റെ ഇക്കമാരൊക്കെയാണ് പൊതിച്ചോറും മിഠായിയും ഒക്കെ വിതരണം ചെയ്യുക. ആ സമയത്ത് ഒരു പൊതിച്ചോറ് കിട്ടും. മധുരമുള്ള ചോറാണ്, ചക്കര ചോറെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് പറയാം. അന്ന് രാത്രി പാറയപ്പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവിടെ ചക്കര കഞ്ഞിയും ഉണ്ടാകും. ആ സമയത്ത് അവിടെ നിന്നിട്ട്, പാറയുടെ മുകളിലാണ് ഈ പള്ളി, അവിടെ നിന്നിട്ട് ആൾക്കാർ വിളിച്ചു പറയും, പാറയപ്പള്ളി ചക്കര കഞ്ഞി ഉണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പാത്രങ്ങളൊക്കെ വാങ്ങി, അതല്ലെങ്കിൽ സ്കൂളിൽ കഞ്ഞി കുടിക്കാൻ കൊണ്ടുപോയ പാത്രമൊക്കെ വാങ്ങി ചക്കര കഞ്ഞി വാങ്ങി കൊണ്ടുവരാറുണ്ട്. നബിദിനത്തിന്റെ അന്ന് മാത്രമല്ല കേട്ടോ, മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ ചക്കര കഞ്ഞി ഉണ്ടാകാറുണ്ട്. അത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് അന്നൊരു ദിവസത്തേക്ക് അത് ഞങ്ങൾ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോകും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് അറിവില്ല. ഇന്നത്തെ ചോദ്യം അതല്ല. ഇന്ന് ഈ പ്രവാചകന്റെ ജന്മദിനത്തില് ഇന്ന് എത്ര പള്ളികളിലാണ് തല്ലുണ്ടായത് എന്നൊന്ന് പറഞ്ഞു തന്നെ. ഇതിന്റെ പേരിലാണ്. അതായത് പോത്തിറച്ചിയും നെയ്ച്ചോറുമാണോ വേണ്ടത്? അതല്ല ബിരിയാണി വേണോ? അതുമല്ല ചിക്കൻ ബിരിയാണി വേണോ? അങ്ങനെ നോക്കുമ്പോൾ ഇവര് പരസ്പരം തമ്മിലടിയാണ്. പട്ടിണി കിടന്ന് പ്രവാചകൻ ഒരിക്കൽ അഹ്സാബ് യുദ്ധം എന്നൊരു യുദ്ധമുണ്ട് ഇസ്ലാമിക ചരിത്രത്തില്. കിടങ്ങ് യുദ്ധം എന്നാണ് ഇതിനെ പറയുക. കന്തക്ക് യുദ്ധമെന്നും പറയും ചരിത്ര ഗ്രന്ഥങ്ങളിൽ. പ്രവാചകൻ ഇങ്ങനെ ശത്രുക്കളെ വീഴ്ത്താൻ വേണ്ടി കുഴി കുഴിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ അനുചരന്മാര് വന്ന് പറയും, പ്രവാചകരെ, ഞങ്ങൾക്ക് വിശക്കുന്നു, അതുകൊണ്ട് കല്ല് ഞങ്ങളുടെ തലപ്പാവിൽ എടുത്തിട്ട് അതിനകത്ത് കല്ല് വെച്ച് വയറ്റിലൊക്കെ ഇറുക്കി കെട്ടിയിട്ടാണ് ഞങ്ങൾ നിന്ന് കുഴിക്കുന്നത്, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ. പ്രവാചകൻ തൻ്റെ ഇടുപ്പിലുള്ള കയറഴിച്ചു കാണിച്ചിട്ട് പറയും, ഞാൻ 2 കല്ലാണ് വെച്ചിരിക്കുന്നത്, എനിക്ക് നിങ്ങളെക്കാൾ ഏറെ വിശപ്പുണ്ട്. അത്രയ്ക്കും വിശപ്പ് സഹിച്ച ഒരു പ്രവാചകന്റെ ജന്മദിനം നിങ്ങൾ ഇങ്ങനെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഇതേത് മതമാണ് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. നിങ്ങളെ ഇതാര് പഠിപ്പിച്ചതാണ് എന്ന് ചോദിക്കേണ്ടി വരികയാണ്. പ്രമാണങ്ങൾ വെച്ചിട്ട് സംസാരിക്കണം. പ്രവാചകന്റെ ജന്മദിനം ഇങ്ങനെ ഭക്ഷണ മഹോത്സവമായിട്ട് ആചരിക്കാൻ എവിടെ നിന്ന് കിട്ടി തെളിവ്? ജംഷീദ് അലി കണ്ടില്ലേ? സോഷ്യൽ മീഡിയ ഒന്ന് നോക്ക്. എവിടെയൊക്കെയാണ് തമ്മിലടി ഉണ്ടായതും
ആരൊക്കെയാണ് ആശുപത്രിയിലായതെന്നും കാണാം. മതസൗഹാർദ്ദമാണ്, മാനവ സൗഹാർദ്ദമാണ് എന്ന് പറയുന്ന ഇവർ അമ്പലത്തില് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. അവിടെ വെച്ച് തന്നെ നബിദിനത്തിന് വന്ന കുട്ടികൾക്ക് ഭക്ഷണവും വിതരണം ചെയ്യുന്നു. ഇതല്ല മതസൗഹാർദ്ദം. ഭക്ഷണവും വെള്ളവും നൽകലും കെട്ടിപ്പിടിക്കലും നോട്ടുമാലയിടലും ആശംസിക്കലും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യലല്ല മതസൗഹാർദ്ദം. നമുക്ക് വേണ്ടത് മാനവ സൗഹാർദ്ദമാണ്. എല്ലാ മതങ്ങളും അവനവന്റെ മതം മാത്രമാണ് ശരി എന്ന് വാദിക്കുമ്പോൾ നമുക്ക് വേണ്ടത് മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്നത്. മനുഷ്യർ പരസ്പരം വിദ്വേഷത്തിന്റെ കാമ്പുകൾ അകടത്തി മാറ്റി പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും സഹകരിക്കാനും സാധിക്കണം. അവിടെയാണ് മതത്തിന്റെ അതിർവരമ്പുകൾ വന്നത്. അതുകൊണ്ടാണ് നമുക്ക് എതിർക്കേണ്ടി വരുന്നതും സംസാരിക്കേണ്ടി വരുന്നത്. റാഫി മരിക്കുന്നതിന് മുമ്പ് ഹിദായത്ത് കിട്ടാൻ പ്രാർത്ഥിച്ചു. പ്രവാചകന് പോലും കിട്ടിയിട്ടില്ലല്ലോ റാഫി. നിങ്ങൾ ഈ പറഞ്ഞ ഹിദായത്ത് പ്രവാചകന് വേണ്ടി പോലും ഇന്ന് അള്ളാഹുവും മലക്കുകളും വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഖുർആൻ പറഞ്ഞത്. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹൻ നബിയു യാ അയ്യുഹല്ലദീന ആമനൂ നാട്ടാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീം. അല്ലാഹുവും നബിയും ഒക്കെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗം ജിക്കു, സന്മാർഗം, നേരായ മാർഗം. അപ്പൊ ആ മാർഗത്തിന് വേണ്ടി അള്ളാഹു പോലും നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആരോടാണെന്ന് ചോദിക്കരുത്. വലിയ അള്ളാഹു ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹസനുൽ ഖാലിഖ്, സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവാണ് അള്ളാഹു എന്ന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തുമ്പോൾ വേറെയും സൃഷ്ടികർത്താക്കൾ ഉണ്ട് എന്ന് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സൃഷ്ടികർത്താക്കളോട് അള്ളാഹു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നബിക്ക് സന്മാർഗത്തിന് വേണ്ടി. ആ നബിക്ക് പോലും സന്മാർഗം കിട്ടിയിട്ടില്ല. പിന്നെ അപ്പൊ ഞാന് അപ്പൊ നമുക്കിനി പിന്നെ കാണാം. നബിദിനത്തെ കുറിച്ച് ചില വസ്തുതകൾ നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ട് വന്നതാണ്. റാഫിക്കോ ഹിദായത്ത് നേരത്തെ തന്നെ എഴുതി പഠിച്ചു കൈ കൊടുത്തല്ലേ, എന്നിട്ടല്ലേ നമ്മളെയൊക്കെ ഹിദായത്തിലാക്കാൻ വേണ്ടി നടക്കുന്നത്. അതാ ഞാൻ ചോദിച്ചത്, പ്രവാചകന് ഹിദായത്ത് കിട്ടിയോ? മതത്തിന്റെ ആചാര്യനായ പ്രവാചകൻ ആദ്യം കിട്ടിയിട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത്. പിന്നെ കാണാം. നന്ദി.